ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീക്കിലി ഉള്ള ഹെയർ ഓയിലിങ്ങിനെ കുറിച്ചിട്ടാണ്. ഹെയർ ഓയിലിങ്ങിനെ കുറിച്ചിട്ട് വലുതായിട്ട് സംസാരിക്കാൻ മാത്രമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിനേക്കാളും മുമ്പായിട്ട് നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ കാണിക്കും. 3 ഓപ്ഷനിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ കാണാം. എന്താണ് ഹെയർ ഓയിലിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാനൊരു പെർട്ടിക്കുലർ ഹെയർ ഓയിൽ എടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഹെയർ ഓയിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഹെയർ ഓയിലിൻ്റെ റിവ്യൂയും കൂടെ പറയുന്നുണ്ട്. ആ റിവ്യൂ ആണ്, അതായത് ഹെയർ ഓയിലാണ് ഓണൻ്റെ ഹെയർ ഓയിൽ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഓൾറെഡി ഹെയർ ഓയിലിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ വളരെ എഫക്റ്റീവായിട്ട്, ലൈക്ക് നരച്ച മുടി അത് അകാലം നിര പോലും കറുപ്പായിട്ട് മാറുന്ന ഒരു അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു അടിപൊളി ഓയിലാണ്. ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയായിരിക്കും. ഉപയോഗിക്കുമ്പോഴെന്താണ്, നമ്മുടെ തലയിൽ നീരിറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സർവ്വസാധാരണമാണ്. ഞാൻ എൻ്റെ ഒരു മുമ്പുള്ള വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒട്ടും ഓയിൽ ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണെന്ന്. സത്യമാണ്. പക്ഷേ ഇപ്പോൾ ഡെയിലി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ദിവസം നടന്നിട്ടാണ് പോയിട്ട് വരുന്നത്. അപ്പോൾ തല വേർക്കുന്നൊരു പരിപാടി ഭയങ്കരമായിട്ടുണ്ട്. അതുപോലെ തന്നെ തല വേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ആയിട്ട് എനിക്ക് തലയിൽ പൊടി കിട്ടുക, അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട്. നമ്മൾ എത്ര കണ്ട് ഷാമ്പു യൂസ് ചെയ്താലും ഒരു പരിധി വരെ അല്ലാണ്ട് അതിൽ കൂടുതൽ മാറുന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഹെയർ മാസ്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഹെയർ മാസ്ക് ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ മുടിക്കൊന്ന് പ്രോട്ടീൻ കൊടുക്കണം എന്നുള്ള നിർബന്ധമായിട്ടാണ് ഈ ഒരു ഓയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. എനിക്കൊന്നൊരു 1-2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. എൻ്റെ വീട്ടുകാർ ഡെയിലി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നി കുറച്ച് തലയ്ക്ക് സമയം കുറച്ചൊരു തണുപ്പ് തലയ്ക്ക് ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഹെയർ ഓയിലിങ് ചെയ്യുന്നത്. അതല്ലാണ്ട് ഞാൻ നമ്മുടെ ഹെയർ മാസ്ക് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് എൻ്റെ വീക്ക്ലി ഹെയർ കെയറിൽ പെടുന്നൊരു സംഭവമാണ്. പിന്നെ ഹെയർ മാസ്ക് ഞാൻ ഇതുപോലെ തന്നെ വേറൊരു ദിവസമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മാമ എർത്തിൻ്റെയാണ്. സോ അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. പിന്നെന്താ, ഈ ഒരു എണ്ണേനെ കുറിച്ച് പറയാൻ എനിക്ക് വലുതായിട്ട് കാര്യങ്ങളൊന്നും എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതായാലും വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ എൻ്റെ ഹെയർ ഓയിലിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രമാണ്. ഹെയർ ഓയിലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം എൻ്റെ ഒരു നമ്മുടെ മുടിയുടെ കാര്യത്തിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഓയിൽ ഉപയോഗിക്കാറില്ല എന്ന്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ബിക്കോസ് എന്താ വെച്ചാൽ ഫുൾ ടൈം പൊടിയൊക്കെ ആയിട്ട് മുടിയുടെ ടെക്സ്ചറേ മാറിപ്പോണ പോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു നല്ല ബ്രാൻഡിൻ്റെ നല്ലൊരു ഓയിൽ എടുക്കാനാണ്. നമ്മളെപ്പോഴും അങ്ങനെയല്ലേ ചിന്തിക്കുക, നല്ല ബ്രാൻഡിൻ്റെ എണ്ണയാണ് കുറേ നല്ലതെന്നാണ് നമ്മളെപ്പോഴും കരുതുക. സോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇടയ്ക്ക് നല്ലെണ്ണ തേക്കാറുണ്ട്, സാധാരണ പച്ച വെളിച്ചെണ്ണ തേക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ നമ്മുടെ ഓണിൻ്റെ മഹാഭൃംഗരാജ് ഹെർബൽ ഹെയർ ഓയിലാണ്. ഇത് എല്ലാ ഹെയർ ടൈപ്പിനും പറ്റുന്നതാണ്. ആൻഡ് ഇതിൽ നമ്മുടെ വിത്ത് ഭൃംഗരാജൻ ആൽമണ്ട് എക്സ്ട്രാക്റ്റ് ആണ്, അതായത് നമ്മുടെ ബദാം ഓയിലിൻ്റെ ഒക്കെ ഒരു എക്സ്ട്രാക്റ്റ് ആണ് ഇതിൽ മെയിൻ കണ്ടൻറ്റ് വരുന്നത്. പിന്നെ എന്താ പറയുക, ഭൃംഗരാജും ആണ്. നിങ്ങൾക്ക് കണ്ടോ, ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു കാണിക്കാം. സോറി, താഴെ പട്ടി അറിയുന്നുണ്ട്, അപ്പോൾ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ അതിൻ്റെ ഭൃംഗരാജിൻ്റെ വേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അതാണ് ഇതിൻ്റെ മെയിനായിട്ട്. കാരണം നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങുന്ന തൊട്ട്, അല്ലെങ്കിൽ ഇതവർ പ്രിപ്പയർ ചെയ്ത് കഴിയുന്ന സമയം തൊട്ടിട്ട് ഇതിൽ ഈ ഒരു സംഭവം പെർട്ടിക്കുലർ നാര് അല്ലെങ്കിൽ വേര് ഇതിലുണ്ടാവും. അപ്പം നമ്മൾ എത്ര നാളിത് യൂസ് ചെയ്യണോ അത്ര നാളും ഈ ഭൃംഗരാജിൻ്റെ എല്ലാം ഈ എണ്ണയിലോട്ട് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഇതിൻ്റെ മണം പറയുകയാണെങ്കിൽ അബ്സല്യൂട്ട്ലി എന്താ പറയുക, ഇതിന് സൂപ്പറാണ്. സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല, നല്ല മണമാണ്. നമ്മളിങ്ങനെ കുത്തിയെടുക്കണ മണമൊന്നുമല്ല, പക്ഷെ നല്ല മണമാണ്. പിന്നെ ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മിനറൽ ഓയിൽ ഉണ്ട്, അതായത് ലൈറ്റായിട്ടുള്ള പാരഫിൻ ഓയിൽ ഇതിലുണ്ട്. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലുണ്ട്, ഒലീവ് ഓയിലുണ്ട്, ഐസോപ്രൊപ്പൈൽ ഉണ്ട്, പിന്നെ ആൽമണ്ട് ഓയിലുണ്ട്, പിന്നെ ഇതിൽ ഫ്രാഗ്രൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് എന്താ പറയുക, എനിക്ക് വായിക്കാൻ അറിയാത്തത് തന്നെ കുറേ ടൈപ്പുള്ള നമ്മുടെ എണ്ണകൾ ഇതിലുണ്ട്. ആൻഡ് ഇത് വന്നിട്ട് 200 ml ആണ്. അപ്പോൾ മിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും, ഇത് ഉപയോഗിക്കുന്ന കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 380 rupees. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കാശ് മറിയും ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. സോ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഹെയർ ഓയിലിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ്, ഇത് നമ്മുടെ ഹെയർ ഫോള് കുറയ്ക്കും, ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യും, പിന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു നാച്ചുറൽ ഗ്ലോ തരും, മുടിയെ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കും. സോ ഇതൊക്കെ സത്യമാണ്. കാരണം
കുറേ നാൾ മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബൈ ദ വേ എനിക്ക് വേണ്ടാത്തൊന്ന് ഞാൻ വിട്ടതാണ്. ഉപയോഗിക്കുക വെച്ചാൽ ഇടയ്ക്കൊന്ന് തൊട്ട് നോക്കും. പിന്നെ അമ്മയൊക്കെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്നത് ഈ എണ്ണയാണ്. അപ്പോൾ എല്ലാവരും മീൻസ് അമ്മ, അനിയത്തി, അനിയൻ എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ എണ്ണയാണ്. ഞാൻ മാത്രമാണ് എണ്ണ ഉപയോഗിക്കാത്തത്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം മറ്റേ ഹെയർ ഓയിലിംഗ് എങ്ങനെയാണ്, നമുക്ക് ആദ്യം ഹെയർ ഓയിലിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഹെയർ ഓയിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയിൽ ഒട്ടും ടാങ്കിൾസ് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. കാരണം എങ്ങനെയാണെങ്കിലും നമ്മൾ മുടിയുടെ തുമ്പത്ത് എണ്ണ തേക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും നമ്മൾ ഇവിടെയാണ് എണ്ണ തേക്കേണ്ടത്. പക്ഷേ മുടി എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം മുടിയിലേക്ക് നമ്മൾ അത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മിനറൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ മുടിയിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നാണ്. അപ്പോൾ നമ്മുടെ മുടിയിലേക്ക് അത് നല്ലപോലെ ഇറങ്ങിച്ചെല്ലണമെങ്കിൽ നമ്മുടെ മുടി നമ്മൾ നല്ലതുപോലെ ടാങ്കിൾസൊക്കെ റിമൂവ് ചെയ്ത് മുടി നല്ല വൃത്തിയിൽ വെക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടാങ്കിൾസൊക്കെ റിമൂവ് ചെയ്തതാണ് രാവിലെ തന്നെ. ചീർപ്പ് വെച്ചിട്ടൊന്നും ടാങ്കിൾസ് റിമൂവ് ചെയ്യേണ്ട, അപ്പം മുടിയുള്ളതിലും പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈ വെച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞൊരു വഴിയുണ്ട്, അതെല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയണമാണ്. തുമ്പ് തൊട്ട് മേലേക്ക് വരെ ചെയ്യാം. അതിനുശേഷം മുടി 2 പാർട്ടാക്കുക. പാർട്ടാക്കിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ അങ്ങനെ ഈ നെറുകിനൊന്നും പ്രശ്നമില്ല, ജസ്റ്റ് 2 പാർട്ടാക്കുക. പാർട്ടാക്കിയിട്ട് കുറച്ച് എണ്ണ കയ്യിലെടുക്കുക. ഞാൻ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇത്രയും എണ്ണ കയ്യിലെടുത്തിട്ട് ഞാൻ ജസ്റ്റ് 2 കയ്യിലും ആക്കുകയാണ്. 2 കയ്യിലും ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഡയറക്റ്റ്ലി തേച്ച് കൊടുക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുന്നില്ലേ, ആ ലെവലിലാണ് ഞാൻ തേച്ച് കൊടുക്കുന്നത്. ഉള്ളിലോട്ട് ഇങ്ങനെ ഇറങ്ങി ചെന്ന് നമ്മുടെ റൂട്ടിലേക്ക് മെയിനായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഹെയർ ഓയിലിംഗ് ചെയ്യാൻ. ഈ മൊത്തം എണ്ണയാണ് ഞാൻ എൻ്റെ മുടി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണത്. അതിൽ കൂടുതലൊന്നും ഞാൻ എടുക്കുന്നില്ല. ബിക്കോസ് എനിക്ക് എണ്ണ എൻ്റെ സ്കാൽപ്പ് പെട്ടെന്ന് വലിച്ചെടുക്കും. മാത്രമല്ല എൻ്റെ സ്കാൽപ്പിൽ ഭയങ്കര ഓയിലിയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടി ആകുമ്പോൾ നല്ല ഓയിലിയാവും. അപ്പോൾ ഇത് ഞാനൊരു 10-20 മിനിറ്റ് എന്തായാലും തലയിൽ വയ്ക്കും. എനിക്ക് പറ്റുകയാണെങ്കിൽ അതിൽ കൂടുതൽ. പക്ഷെ ഇപ്പോൾ ഇന്നോട്ട് നവ്യവ്രതാരംഭം തുടങ്ങുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ 8:45 രാവിലെ. ഇനി കുളിച്ചിട്ടൊക്കെ വേണം എന്തെങ്കിലും കഴിക്കാനും ചായ കുടിക്കാനും പണിയൊക്കെ നോക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് എത്ര സമയം വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇപ്പം തന്നെ കഴിക്കളയും കേട്ടോ. ജസ്റ്റ് ഒരു മസാജ് കൊടുത്തിട്ട് കഴുകിക്കളയും. പിന്നെ അടുത്ത ബാക്കിയുള്ള എണ്ണ ഞാൻ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തും ജസ്റ്റ് അതേപോലെ തന്നെ പുറകോട്ട് കൊടുത്ത് ചെയ്യാണ്. ഈ ഹെയർ ഓയിലിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മസാജിങ് ആണ്. ഓയിൽ തേച്ച് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ മസാജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഹെയർ ഓയിലിങ് ഇത്ര വലിയ ഹെയർ ഓയിലിംഗ് ഒന്നും അല്ല കേട്ടോ. ഇതാണ് എൻ്റെ ഹെയർ ഓയിലിങ്. ജസ്റ്റ് എല്ലാ മുടിയും കൂടെ ഒന്ന് ഇത് എല്ലാ ദിവസവും ഇല്ല കേട്ടോ, വീക്ക്ലി ഉള്ളൊരു ഹെയർ ഓയിലിംഗ് മാത്രമാണ്. ബാക്കി ദിവസങ്ങളിൽ ഞാൻ ഹെയർ ഓയിൽ ചെയ്യില്ല. ഇതിൻ്റെ അത് എക്സ്ട്രാക്ട് അവിടെ അങ്ങനെ പോകും. പിന്നെ ഞാൻ ഇടയ്ക്ക് ഷാമ്പു യൂസ് ചെയ്യും. പക്ഷെ മൈൽഡ് ഷാമ്പു ആയതുകൊണ്ട് നമ്മുടെ എണ്ണ മൊത്തത്തിൽ അവർ കളയില്ല. ഞാൻ കഴിഞ്ഞ മാസമാണ് നമ്മുടെ മുടിയുടെ തുമ്പ് വെട്ടിക്കൊടുത്തത്. കണ്ടോ, ശരിക്കും മുടിയുടെ തുമ്പ് വെട്ടുമ്പോഴാണ് മുടിക്ക് ജീവൻ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും 3 മാസം ഒരിക്കലെങ്കിലും മുടിയുടെ തുമ്പ് മാക്സിമം വെട്ടാൻ ശ്രമിക്കുക കേട്ടോ. സോ അത് ഞാനിനി ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ബണ്ണ് ചെയ്യാണ്. അത്രയേ ഉള്ളൂ ഹെയർ ഓയിലിംഗ്. അപ്പോൾ ഇനി കുളിച്ചിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെ ആയിരിക്കും ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറച്ച് അധികം സമയം നമ്മൾ എണ്ണ നല്ലപോലെ നമ്മുടെ തലയിലേക്ക് ഇറങ്ങിച്ചെല്ലണം മാത്രമല്ല, നമുക്ക് ശരിക്കും നല്ലൊരു ഹെയർ ഓയിലിംഗ് മസാജ് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ തലയും ഈ ഒരു എണ്ണയൊക്കെ ആയിട്ട്, ഏത് എണ്ണ ആയിക്കോട്ടെ, എത്ര വലിയ എണ്ണ ആയിക്കോട്ടെ, എത്ര ചെറിയ എണ്ണ ആയിക്കോട്ടെ, നമ്മുടെ തലയിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. സോ അത്രയാണ് പറയാനുള്ളത്. വളരെ ക്വിക്കായിട്ട് എടുക്കുന്നതാണ്. കുളിക്കാൻ പോകുന്ന സമയത്ത് ഓർത്ത് എന്താ എനിക്ക് ചെയ്താലുള്ളത്. സോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്നുറപ്പും കൂടെ വരുത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഇസ് മീ സ്നേഹ സൈനിങ് ഓഫ്.